സോ ഇനി നിങ്ങൾക്ക് ഡീപ്പ് ഗ്ലോ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ നിങ്ങൾക്ക് ഡീപ്പ് ഗ്ലോ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീപ്പ് ഗ്ലോ ആക്ച്വലി ഒരു പ്ലഗിനാണ്. സോ ഡീപ്പ് ഗ്ലോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ അവൈലബിൾ ആവണമെന്നില്ല. ചില ആളുകൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഓൾറെഡി. സോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സോഫ്റ്റ്വെയറിൽ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആവണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ ഇതിൻ്റെ താഴെ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട്. സോ ആ ലിങ്ക് ത്രൂ നിങ്ങൾക്ക് ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു വീഡിയോ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരു PDF കാണാൻ പറ്റും. സോ വീഡിയോ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ആ PDF ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ PDF ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഗൂഗിൾ ഡ്രൈവിൻ്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. സോ ആ ലിങ്ക് ത്രൂ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 2 ഫയൽസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. 2 ഫയൽസ് ഉണ്ടാവും. ഡീപ്പ് ഗ്ലോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന പ്രോസസ്സല്ല, ജസ്റ്റ് ഒരു കോപ്പി പേസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. സോ അത് ആ 2 കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റത്തിൽ നിങ്ങളുടെ സോഫ്റ്റ്വെയറിൽ അവൈലബിൾ ആവും ഡീപ്പ് ഗ്ലോ. ഓക്കെ. സോ ഡീപ്പ് ഗ്ലോ പറയുമ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു ഗ്ലോ പറഞ്ഞ എഫക്ട്സ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഗ്ലോ പറയുമ്പോൾ നമുക്ക് ചെറിയ രീതിയിലാണ് ഗ്ലോ വരുന്നത് അല്ലേ. സോ ഇവിടെ നമുക്ക് 3 വാല്യൂസ്, ത്രഷോൾഡ്, റേഡിയസ്, ഇൻറ്റൻസിറ്റി, ഈ 3 വാല്യൂസ് നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒന്ന് ഗ്ലോ ആയി വരുന്നതാണ്. സോ അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ കളർ, അതായത് ക്യാരക്ടറിൻ്റെ നമ്മുടെ ടെക്സ്റ്റിൻ്റെ കളർ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഏത് കളറിലാണ് നമുക്ക് ഇവിടെ ഗ്ലോ ചെയ്യേണ്ടത്, സോ ആ കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ എന്ത് ചെയ്യുന്നു, ഈ കളർ തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ ഓക്കെ ഇതിൻ്റെ ഒരു വൈറ്റ് വേർഷൻ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിലോട്ട് ഡീപ്പ് ഗ്ലോ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഡീപ്പ് ഗ്ലോ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തേക്കാം. ഓക്കെ, ഞാൻ ഈ എഫക്ട്സ് ഒന്ന് ഓഫ് ചെയ്യുന്നു. ദെൻ ഞാൻ എന്ത് ചെയ്യുന്നു, ഡീപ്പ് ഗ്ലോ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഭയങ്കര ഹെവി ആയിട്ടാണ് ഡീപ്പ് ഗ്ലോ വരിക. ഓക്കെ, സോ ഇതിൻ്റെ റേഡിയസ് 1000-ലാണ് കിടക്കുന്നത്. സോ നമുക്ക് റേഡിയസ് കുറച്ച് കൊടുക്കാം കുറച്ച്. അതുപോലെ തന്നെ ഇതിൻ്റെ കളർ നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, മോർ ബെറ്റർ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലോട്ട് ഒരു എഫക്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 4 കളർ ഗ്രേഡിയൻ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും നിങ്ങൾക്ക്. 4 കളർ ഗ്രേഡിയൻ്റ്. സോ അത് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. സോ അപ്പോൾ ഡിഫറെൻറ്റ് കളേഴ്സിൽ നമുക്ക്, അതായത് യെല്ലോ, ഗ്രീൻ ആൻഡ് പിങ്ക്, ബ്ലൂ, ഈ കളേഴ്സിൽ നമുക്ക് കാണാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഇവിടെ ഡീപ്പ് ഗ്ലോ ഓഫ് ചെയ്യുന്നു. ദെൻ എന്ത് ചെയ്യുന്നു, മേലെ കിടക്കുന്ന ടെക്സ്റ്റ് ലെയറും ഓഫ് ചെയ്യുന്നു. താഴത്തെ ടെക്സ്റ്റ് ലെയറിലാണ് നമ്മളിത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. സോ ഇപ്പോൾ നമ്മൾ ഇതിലുള്ള 4 കളർ ഗ്രേഡിയൻ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ 4 പോയിൻറ്റ്സ് അതർ പോർഷനിലാണ് കിടക്കുന്നത്. സോ അത് നമുക്ക് എന്ത് ചെയ്യും, ഇതിൻ്റെ അടുത്തോട്ട് കൊണ്ടുവരാം. ഓക്കെ, സോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഇതിൽ ഡീപ്പ് ഗ്ലോ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. സോ നമുക്ക് നല്ല രീതിയിൽ ഗ്ലോ അപ്പ് ചെയ്യുന്നുണ്ട്. സോ ഗ്ലോവിൻ്റെ വാല്യൂ നല്ല രീതിയിൽ കുറച്ചുണ്ട്. ഓക്കെ, ഇനി കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ, സോ 1 എന്നുള്ള വാല്യൂ കൊടുക്കാം. ഇനി നമുക്ക് മെയിൻ ടെക്സ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. ഈ രീതിയിലായിരിക്കും വരിക. സോ അത് പെർഫെക്റ്റ് അല്ല ആക്ച്വലി. നമുക്ക് ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഈ കളേഴ്സിൻ്റെ വേരിയേഷൻ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഓക്കെ, കുഴപ്പമില്ല അല്ലേ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, ടെക്സ്റ്റിൻ്റെ നമുക്ക് ഇതിൻ്റെ ഒരു ഒപ്പാസിറ്റി ഒന്ന് ഡൗൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഒരു 75% കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ ഗ്രേഡിയൻ കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്ക് ഓക്കെ ഈ കളർ ഒന്ന് ചൂസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ ഓക്കെ പെർഫെക്റ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് സൂം എന്നുള്ളതാണ് നെക്സ്റ്റ് സെക്ഷൻ വരുന്നത്, നെക്സ്റ്റ് ടെക്സ്റ്റ് വരുന്നത്. സോ സൂം എന്ന് കൊടുക്കാം. സോ ടെക്സ്റ്റ് എടുക്കാം. ഇതെന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. സോ ഇവിടെ ആക്ച്വലി മലയാളം ഫോണ്ടിലാണ് ഇവിടെ കിടക്കുന്നത്. സോ ഞാൻ എന്ത് ചെയ്യുന്നു, അത് ഇംഗ്ലീഷ് ഫോണ്ടിലോട്ട് ആക്കി കൊടുക്കുകയാണ്. സോ ഗിൽറോയിനാണ് എടുക്കുന്നത് ഫോണ്ട്. ഹെവി ചൂസ് ചെയ്യുന്നു. then എന്ത് ചെയ്യുന്നു, ഇത് വൈറ്റ് കളർ കൊടുക്കുകയാണ്.
സോ വൈറ്റ് കളർ കൊടുക്കുക. അതിന് പുറമേ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഒന്ന് ഫുൾ ക്യാപ്പിൽ കൊടുക്കാം. ഓക്കെ, സോ അതിന് പുറമെ നമുക്ക് എന്ത് ചെയ്യാം, സൂമിൻ്റെ കളർ, അതായത് സൂമിൻ്റെ കളർ കോഡ് ഏതാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ സൂമിൻ്റെ കളർ കോഡ് എന്താണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഈ കളറാണ് ആക്ച്വലി വരുന്നത് അല്ലേ. സോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സൂമിൻ്റെ ടെക്സ്റ്റ് തന്നെ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, നമുക്ക് സൂമിൻ്റെ ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോറി, സൂമിൻ്റെ കളർ നമുക്ക് ചൂസ് ചെയ്യാം. സോ ഇതിൻ്റെ കളർ വരുന്നത് ഈ രീതിയിലാണ് കളർ വരുന്നത്. നമുക്ക് ആഫ്റ്റർ എഫക്ട്സിലോട്ട് കളർ ചൂസ് ചെയ്യുന്നത് കുറച്ച് റിസ്ക്കുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ പ്ലേസ് ചെയ്യുന്നു കുറച്ച്, അതായത് കുറച്ച് പുറത്തോട്ടായിട്ട് പ്ലേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് സൂം കളർ, നമുക്ക് സൂമിൻ്റെ ടെക്സ്റ്റ് സെലക്ട് ചെയ്യാതെ എന്ത് ചെയ്യുക, കളർ പിക്കർ ടൂൾ എടുത്തിട്ട് ജസ്റ്റ് നമ്മൾ കളർ പിക്കർ ടൂൾ എടുക്കാം. ഇതിനെന്ത് ചെയ്യുക, പുറത്തോട്ട് ഇവിടെ കാണുന്ന രീതിയിൽ പ്ലേസ് ചെയ്ത് കൊടുക്കുക. ഇതിനെന്ത് ചെയ്യുക, അത് പിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ അപ്പോൾ സൂമിൻ്റെ കളർ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. സോ അതുപോലെ തന്നെ നമുക്കിത് ക്ലോസ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അല്ലാതെ വേറെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്, ഞാൻ യൂസ് ചെയ്യുന്നൊരു ഓപ്ഷനാണ് ആക്ച്വലി. ഓക്കെ, സോ നമുക്ക് അത് മാത്രമല്ല, നമ്മുടെ ഈ 2 ടെക്സ്റ്റായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്, ക്ലാസ് എടുക്കാൻ സൂം എന്നുള്ളത്. സോ ഫസ്റ്റ് ടെക്സ്റ്റിൻ്റെ പാരൻറ്റിങ് നമുക്ക് ബാക്കിലെ ടെക്സ്റ്റിലോട്ട് കൊടുക്കുക, എന്നിട്ട് കുറച്ചൊന്ന് അപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ദെൻ എന്ത് ചെയ്യാം, സൂം എന്നുള്ളത് നമുക്ക് അതിലോട്ടൊരു എഫക്ട്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ഏത്, നമുക്ക് ഡ്രോപ്പ് ഷാഡ് ആഡ് ചെയ്ത് കൊടുക്കണം. ഡ്രോപ്പ് ഷാഡ് ആഡ് ചെയ്ത് കൊടുത്തു. സോ അതുപോലെ തന്നെ ഞാൻ അതിൻ്റെ സോഫ്റ്റ്നെസ് ഒന്ന് ചേഞ്ചസ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഓക്കെ, സോ നമുക്ക് നമ്മുടെ ടൈപ്പോഗ്രാഫി സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിത് ആനിമേറ്റ് ചെയ്ത് കൊടുക്കാം. സോ നമുക്ക് സൂം എന്നുള്ള എഫക്ട്സിന് നമുക്ക് ആനിമേഷൻ കൊടുക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ വന്നിട്ട് നമ്മൾ ആനിമേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, പൊസിഷൻ ആഡ് ചെയ്ത് കൊടുക്കുക, പൊസിഷൻ ആഡ് ചെയ്യുക, സ്കെയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ സ്കെയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, സ്കെയിലിൻ്റെ വാല്യൂ ഫസ്റ്റ് 0 കൊടുക്കുകയാണ്. ഓക്കെ, പിന്നെ ഞാൻ റേഞ്ച് സെക്ടറിൽ പോയിട്ട് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് വാല്യൂ ഞാൻ 100 കൊടുക്കണം. ഓക്കെ, അത് ആദ്യം 0 നമ്മൾ ഒരു കീ ഫ്രെയിം കൊടുക്കുന്നു. ദെൻ കുറച്ച് മുന്നോട്ട് പോയിട്ട് നമുക്ക് അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ആനിമേഷൻ മാത്രം ചെയ്യാം. ഓക്കെ, 100 കൊടുക്കുന്നു. അപ്പോൾ എന്തായിരിക്കും, ഒന്ന് പ്ലേ ചെയ്യുമ്പോൾ ഒരു ക്ലാസ് എടുക്കാൻ സൂം ഫയൽ അയക്കാൻ. ഓക്കെ, ഈ രീതിയിലാണ് ആനിമേഷൻ. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് ആനിമേഷൻ വന്നിട്ടുണ്ട്. സോ ഞാനൊന്ന് ഈസിക്ക് ചെയ്യുന്നു. അതിന് പുറമെ ഇതിൽ ആഡിൽ പോയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ബ്ലറും കൂടി അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നു. സോ ഞാനിവിടെ ബ്ലർ വാല്യൂ കുറച്ചൊന്ന് അപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഓക്കെ, സോ നമുക്ക് സൂമിൻ്റെ ടെക്സ്റ്റ് ആനിമേഷൻ സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, കുറച്ച് ഇതിൻ്റെ സൈസ് ഒന്ന് വലുതാക്കി കൊടുക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് ക്ലാസ് എടുക്കാൻ എന്നുള്ള ആ കോൺസെപ്റ്റാണ് വരുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് താഴത്തെ ലെയർ, അതായത് നമ്മൾ മേലത്തെ ലെയർ താഴോട്ടാണ് പാരൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ താഴത്തെ ലെയറിൽ പൊസിഷനിലാണ് നമുക്ക് അതിൽ നമുക്ക് ആനിമേഷൻ ചെയ്യേണ്ടത്. സോ പൊസിഷനിൽ ഒരു കീ ഫ്രെയിം കൊടുക്കുന്നു ഫസ്റ്റ്. സെക്കൻഡ് കുറച്ചൊരു 10 ഫ്രെയിം മുന്നോട്ട് പോകും. 10 ഫ്രെയിം മുന്നോട്ട് പോകാൻ ഷിഫ്റ്റ് പേജ് ഡൗൺ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ മതി. ജസ്റ്റ് അവിടെ ഒരു കീ ഫ്രെയിം കൊടുക്കുന്നു. ദെൻ ഞാൻ താഴോട്ട് ഡൗൺ ചെയ്ത് വെക്കുന്നു. ഓക്കെ, ഈ രീതിയിൽ കൊടുക്കുന്നു. ദെൻ ഞാൻ എന്ത് ചെയ്യുന്നു, ഈസിക്ക് ചെയ്യുന്നു. ക്ലാസ് എടുക്കാൻ ഓക്കെ, ദെൻ ക്ലാസ് എടുക്കാൻ സൂം. ഓക്കെ, സൂം എന്നുള്ളത് വന്നു. ഓക്കെ, ഇനി നമുക്ക് ഇതിലൊന്ന് ഗ്രാഫ് എഡിറ്റ് ചെയ്യാം. ഓക്കെ, അല്ല നേരത്തെ ഇത് ചെയ്യാം. ഓക്കെ, ക്ലാസ് എടുക്കാൻ ഓക്കെ, പെർഫെക്റ്റ്. സോ ഇനി നമുക്ക് ക്ലാസ് എടുക്കുക എന്നുള്ളത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടോ ഇവിടെ വിസിബിൾ ആണ്. സോ അത് വിസിബിൾ ആവേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഒപ്പാസിറ്റിയും കൂടി ഡൗൺ ചെയ്ത് കൊടുക്കാം. സോ ഒപ്പാസിറ്റി ഡൗൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ താഴത്തെ അതിൻ്റെ ലെയറിൽ 75% ആണ് ഒപ്പാസിറ്റി കൊടുത്തിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ അത് ലാസ്റ്റ് വരെ അത് കീപ്പ് ചെയ്യണം.
സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് റിയൽ വാല്യൂവിൽ നമ്മൾ കീ ഫ്രെയിം ഇടുന്നു. സോ നമ്മൾ 10 ഫ്രെയിം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് റിയൽ വാല്യൂവിൽ സെയിം കീ ഫ്രെയിം ഇടുന്നു. സോ എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ ആരെ യൂസ് ചെയ്തിട്ട് ഫസ്റ്റത്തെ ലെയറിലോട്ട് ഫസ്റ്റത്തെ കീ ഫ്രെയിമിലോട്ട് പോകുന്നു. then ഞാൻ എന്ത് ചെയ്യുന്നു, അവിടെ 0 എന്നുള്ളത് ടൈപ്പ് ചെയ്യുന്നു. രണ്ടും സെലക്ട് ചെയ്തിട്ട് ഒന്നിലാണ് ഞാൻ 0 ടൈപ്പ് ചെയ്യുന്നത്. then ഞാൻ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അതെന്താവും, രണ്ടിലും 0 ആവും. then ഞാൻ എന്ത് ചെയ്യുന്നു, ഒന്ന് ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് അതൊന്ന് ഈസി കീ ചെയ്യണം. ഗ്രാഫ് എഡിറ്റിൽ പോയിട്ട് നമ്മൾ പൊസിഷനിൽ കൊടുത്ത് എന്തായിരുന്നു ഗ്രാഫ് എഡിറ്റിൽ കൊടുത്തിരുന്നത് അതുപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, സോ ഇനി പ്ലേ ക്ലാസ് എടുക്കാൻ ഇന്ന് പ്ലേ ചെയ്ത് നോക്കാം. ക്ലാസ് എടുക്കാൻ സൂം സോ ഓക്കെ, ഒന്ന് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ സൂം എന്നുള്ള കുറച്ച് സ്പീഡിൽ വരുന്ന ഫീൽ, കുറച്ച് സ്ലോയിൽ വരുന്ന ഫീൽ വരുന്നുണ്ട്. ഓക്കെ, ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ക്ലാസ് എടുക്കാൻ സൂം ഓക്കെ, സ്പീഡിലാണ് ഐ തിങ്ക് കുറച്ച്. അത് മാത്രമല്ല നമുക്കൊന്ന് ഈസിക്ക് ചെയ്യും. ഈസിക്ക് ചെയ്തിട്ടൊന്ന് ഗ്രാഫിൻ്റെ നമുക്ക് ആദ്യം സ്ലോയിൽ വന്നിട്ട് ഫാസ്റ്റിൽ വരുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ക്ലാസ് എടുക്കാൻ സൂം ഓക്കെ, ഒന്നുകൂടി സ്ലോ ഡൗൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, രണ്ടും കൂടി, അതായത് ഫസ്റ്റ് ക്ലാസ് എടുക്കാൻ എന്നുള്ള വരുന്നതോട് കൂടി അതിൻ്റെ കൂടെ തന്നെ സൂമും വരാൻ തുടങ്ങട്ടെ. ഓക്കെ, ക്ലാസ് എടുക്കാൻ സൂം ക്ലാസ് എടുക്കാൻ സൂം ഓക്കെ. സോ അത് മാത്രമല്ല, വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മളിവിടെ വിട്ടുപോയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ചെറിയ എന്തെങ്കിലും ആനിമേഷൻസ് നമ്മളിതിൽ കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ആളുകൾ അത് വാച്ച് ചെയ്യത്തില്ല. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ചെറിയൊരു സ്കെയിലിങ് ഞാൻ ഇവിടെ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഫസ്റ്റ് സ്കെയിലിൽ ഞാനൊരു വാല്യൂ കൊടുക്കുന്നു. ദെൻ നെക്സ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ആനിമേഷൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നെക്സ്റ്റ് എന്ത് ചെയ്യുന്നു, സ്കെയിലിൽ ഞാൻ കീ ഫ്രെയിമിൽ നെക്സ്റ്റ് ഒരു കീ ഫ്രെയിം കൂടി കൊടുക്കുകയാണ്. രണ്ടും റിയൽ വാല്യൂ ആണ് കൊടുക്കുന്നത്. ഇവിടെ എന്തായിരുന്നു വാല്യൂ ഉണ്ടായിരുന്നു ആ വാല്യൂ തന്നെയാണ് കൊടുക്കുന്നത്. സോ ദെൻ ഫസ്റ്റത്തെ കീ ഫ്രെയിമിലോട്ട് പോകുന്നു. ഒന്ന് നമുക്ക് ഒന്ന് സ്കെയിൽ അപ്പ് ചെയ്യാം. ഓക്കെ, ഈ രീതിയിൽ ഒന്ന് അപ്പ് ചെയ്ത് കൊടുക്കാം. ദെൻ ഞാൻ എന്ത് ചെയ്യുന്നു, ECS ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നു, രണ്ടിലും നമുക്ക് ഒപ്പാസിറ്റി അല്ലെങ്കിൽ ഒപ്പാസിറ്റിക്ക് നമുക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്. സോ ഞാൻ കുറച്ച് സ്ലോ ചെയ്ത് കൊടുക്കും. ഈ രീതിയിലൊന്ന് അതിൻ്റെ കീ ഫ്രെയിം അതിൻ്റെ ഗ്രാഫ് എഡിറ്റ് ചെയ്യുകയാണ്. ക്ലാസ് ഓക്കെ, ഇത് ഭയങ്കര ഫാസ്റ്റാണ്. ക്ലാസ് ഒന്ന് നമുക്ക് ഇതിൻ്റെ ഡ്യൂറേഷൻ കൂട്ടി കൊടുക്കാം. ക്ലാസ് എടുക്കാൻ ഓക്കെ, സോ ക്ലാസ് എടുക്കാൻ ഓക്കെ, പെർഫെക്റ്റ്, ക്ലാസ് എടുക്കാൻ നൈസ്. ഓക്കെ, ദെൻ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ടിങ്ങിൽ 3 അടുത്ത് നിൽക്കുന്നുണ്ട്. സോ അത് റോങ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഡാർക്ക് കളർ കൊണ്ടുവരണം. സോ ഡാർക്ക് കളർ കൊണ്ടുവരാൻ ഞാൻ ചെയ്യുന്നു, ഒരു ഷേപ്പ് ലെയർ ഇല്ലേ, റെക്ടാങ്കിൾ ടൂൾ. സോ അത് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫിറ്റ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഷേപ്പ്, അവിടെ എന്താണ് ഫില്ലിൽ എന്ത് കളറാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ കളറിലുള്ള ഒരു ഫിറ്റ് ആയിട്ടുള്ള ഷേപ്പ് നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്ത് തരും. ജസ്റ്റ് ഈ ടൂളിൻ്റെ അവിടെ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, സോ ഇപ്പോൾ നമ്മളിവിടെ ഗ്രേഡിയൻ കളറാണ് കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതാണ് വന്നിട്ടുള്ളത്. ഞാൻ എന്ത് ചെയ്യുന്നു, ഫില്ലിൽ പോയിട്ട് ഇവിടെ സോളിഡ് കളർ കൊടുക്കുകയാണ്. സോ ഇപ്പോൾ ഈ കളറാണ് വന്നിട്ടുള്ളത്. ഞാൻ എന്ത് ചെയ്യുന്നു, ബ്ലാക്കിലോട്ട് മാറ്റി കൊടുക്കുകയാണ്. ഓക്കെ, പെർഫെക്റ്റ്. ദെൻ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ഒപ്പാസിറ്റി ഞാൻ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് 100 കൊടുക്കുന്നു. ദെൻ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ പോർഷനിൽ ഞാൻ 0 കൊടുക്കുകയാണ്. ഓക്കെ, സോ അത് മാത്രമല്ല നമ്മളിവിടെ സ്കെയിലിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന ഈസി കീയിൽ ഗ്രാഫ് എഡിറ്റിൽ എന്താണ് വാല്യൂ, ഓക്കെ, ഇവിടെ സ്റ്റാർട്ടിങ് ഫാസ്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്ലോലി വരുന്നു. ഓക്കെ, സോ അത് തന്നെ നമുക്ക് ഇവിടെയും കൊടുക്കാം. ഓക്കെ, F9 ക്ലിക്ക് ചെയ്യുന്നു, ഗ്രാഫ് എഡിറ്റിലോട്ട് പോകുന്നു. സോ ഫസ്റ്റത്തെ ക്ലിക്ക് ചെയ്തിട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പെർഫെക്റ്റ്. ദെൻ നമുക്കിവിടെ ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ ആവശ്യകത എവിടുന്ന് ഇതോടുകൂടി നമുക്ക് അതിൻ്റെ ആവശ്യകത കഴിഞ്ഞിട്ടുണ്ട്. സോ ഞാൻ എന്ത് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇനി പ്ലേ ചെയ്ത് നോക്കാം. ക്ലാസ് ഓക്കെ, പെർഫെക്റ്റ്. ക്ലാസ് എടുക്കാൻ സൂം ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ടെസ്റ്റ് ഓക്കെ, ക്ലാസ് എടുക്കാൻ സൂം എന്നുള്ള ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് സെക്ഷനിലോട്ട് പോവാം. ഫയൽ അയക്കാൻ വേണ്ടിയിട്ട് ഫയൽ അയക്കാൻ വാട്സപ്പ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ക്ലാസ് എടുക്കാൻ സൂം ഫയൽ അയക്കാൻ വാട്സപ്പ്. ഓക്കെ, ഫയൽ അയക്കാൻ വാട്സപ്പ് എന്നാണ് പറയുന്നത്. സോ ഇപ്പോൾ നമ്മൾ ഇന്നിങ് കൊടുത്തത് ക്ലാസ് ടെക്സ്റ്റിൻ്റെ ഇന്ന് കൊടുത്തിട്ടുണ്ട്. സോ ഇതന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ആനിമേഷനും ഔട്ടും കൊടുക്കേണ്ടതായിട്ടുണ്ട് അല്ലേ. സോ ഔട്ട് കൊടുക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, ഔട്ട് അത്ര പെർഫെക്റ്റ് ആവണമെന്നില്ല. നമുക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് തീർക്കാവുന്നേ ഉള്ളൂ. സോ നമുക്ക് രണ്ടിലും ഔട്ട് നമുക്ക് ജസ്റ്റ് ഒപ്പാസിറ്റി മാത്രം കൊടുത്താൽ മതി. ഓക്കെ, സോ ഇനിയിപ്പോൾ നെക്സ്റ്റ് വരുന്നത് നോക്കാം. ഇവിടെ സെക്ഷൻ നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കോമ്പിൻ്റെ വോയിസ് വേർബ് ഫോം ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഓഡിയോയിൽ പോയിട്ട് വേർബ് ഫോം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇവിടെയാണ്
ക്ലാസ് എടുക്കാൻ സൂം ഫയൽ ഇവിടെ നിന്നാണ് ഫയൽ അയക്കുക എന്നുള്ളത് പറയുന്നത്. ഓക്കെ, ക്ലാസ് എടുക്കാൻ സൂം ഫയൽ അയക്കാൻ ഇവിടെ നിന്നാണ് ഫയൽ അയക്കുന്ന പോർഷൻസ് വരുന്നത്. സോ അപ്പോൾ തൊട്ട് മുമ്പായിട്ട് നമുക്ക് ഒപ്പാസിറ്റി ഒന്ന് എന്ത് ചെയ്യാം, കീ ഫ്രെയിം ഒന്ന് കൊടുക്കാം. ഓക്കെ, സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഫസ്റ്റത്തെ സൂമിൻ്റെ ഇതിൽ നമ്മൾ ഒപ്പാസിറ്റി കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഒപ്പാസിറ്റിയുടെ ബട്ടണിൽ നമുക്ക് റിയൽ കീ ഫ്രെയിം കൊണ്ടുവരാൻ പറ്റില്ല. മറ്റേതിൽ നമ്മൾ ഒപ്പാസിറ്റിയിൽ ഓൾറെഡി കീ ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി അല്ലേ. സോ നമുക്കിത് 3 ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. സോ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ തന്നെ നമുക്ക് ഇതിൽ രണ്ടിലും കീ ഫ്രെയിം വന്നു. അതിന് പുറമെ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ 3 നമുക്ക് വാല്യൂസ് വന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ നമുക്ക് ഇത് നെക്സ്റ്റ് ടെക്സ്റ്റ്, അതായത് നെക്സ്റ്റ് കോണ്ടൻറ്റ് അതിൻ്റെ വോയിസ് വരുന്നതിൻ്റെ മുമ്പായിട്ട് നമുക്ക് ഇതൊന്ന് എൻഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ നമ്മൾ റിയൽ കീ ഫ്രെയിമിൽ നമ്മൾ കീ ഫ്രെയിം കൊടുത്തു. ദെൻ എന്ത് ചെയ്യുന്നു, നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, 0 എന്നുള്ള വാല്യൂ കൊടുക്കുന്നു. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലോസ് ബ്രാക്കറ്റ് ക്ലിക്ക് ചെയ്ത് ഓൾട്ട് ക്ലോസ് ബ്രാക്കറ്റ് ക്ലിക്ക് ചെയ്ത് 3 സെലക്ട് ചെയ്യണം, എന്നിട്ട് ഒന്നിച്ച് ചെയ്തത്. ഓക്കെ, സോ ഇവിടെ ഈ CS ചെയ്തിട്ടുള്ള F9 ക്ലിക്ക് ചെയ്യുക, അതൊന്ന് ഡൗൺ ചെയ്ത് കൊടുക്കുക. സോ ഒന്ന് ജസ്റ്റ് ഗ്രാഫ് എഡിറ്റും കൂടി ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയി നമുക്ക്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഓപ്പറേഷൻ ചെയ്യാം. ഓക്കെ ഓക്കെ ഫയൽ അയക്കാൻ ഓക്കെ പെർഫെക്റ്റ്. അല്ല, നമുക്ക് നേരെ ഓപ്പോസിഷൻ ചെയ്യാം, അതായിരിക്കും ബെറ്റർ. ഞാൻ ഒന്ന് റീഫ്രഷ് ചെയ്യാം. നമ്മൾ ഓൾറെഡി ഗ്രാഫ് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് റീഫ്രഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാം, ഇത് സെലക്ട് ചെയ്യുക, ദെൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീഫ്രഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പോസിറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ ഗ്രാഫ് എഡിറ്റ്. ഓക്കെ പെർഫെക്റ്റ്. സൂം ഫയൽ അയക്കാൻ ഓക്കെ പെർഫെക്റ്റ്. ഇനി ഫയൽ അയക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് ടെക്സ്റ്റ് കോണ്ടന്റ് വരുന്നത്. സോ അതിന് ഞാൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ സ്ക്രിപ്റ്റിലോട്ട് പോവുകയാണ്. ഓക്കെ, നമുക്കിത് ജസ്റ്റ് കോപ്പി ചെയ്യാം. സോ കോപ്പി ചെയ്യുന്നു, ദെൻ എന്ത് ചെയ്യാം, നമുക്ക് ഗൂഗിളിലോട്ട് പോവാം. ദെൻ നമുക്ക് കുറ്റി പെൻസിലോട്ട് പോവാം. ദെൻ ഞാനിവിടെ പേസ്റ്റ് ചെയ്യുന്നു, കൺവേർട്ട് ടു FML സീരീസ്, ദെൻ കോപ്പി ടെക്സ്റ്റ്, ദെൻ ക്ലോസ് ചെയ്യുന്നു, റിട്ടേൺ നമ്മുടെ ആഫ്റ്റർ എഫക്ട്സിലോട്ട് വരുന്നു. ഈ ടെക്സ്റ്റ് തന്നെ നമുക്ക് കോപ്പി ചെയ്ത് വെക്കാം. ഓക്കെ, ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഞാൻ ഈ 3 ടെക്സ്റ്റുകളും കോപ്പി ചെയ്യുന്നു, Ctrl+T അടിക്കുന്നു. സോ ഈ സിറ്റുവേഷൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, കുറേ ആളുകൾ ഇപ്പോൾ നമ്മളിവിടെ കോപ്പി ചെയ്തല്ലോ, കോപ്പി ചെയ്തപ്പോൾ നമുക്ക് ഇത് 3 ടെക്സ്റ്റുകളും ഒരുമിച്ച് വേണം. സോ ഇപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെ മേലെ ആയിട്ടാണ് ഓരോന്ന് വന്നിട്ടുള്ളത്. സോ ഇത് ഓരോന്നും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാം, നമ്മൾ ഈ കോപ്പി ചെയ്ത സിറ്റുവേഷൻ ഇപ്പോൾ ഈ 3 സെലക്റ്റഡ് ആണ്. ഈ സെലക്ട് ചെയ്ത സിറ്റുവേഷൻ നിങ്ങൾ അൺസെലക്ട് ചെയ്യരുത്. അൺസെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് നിങ്ങൾ സെലക്ട് ചെയ്ത് മാനുവൽ സെലക്ട് ചെയ്യണം. സോ നിങ്ങൾ അൺസെലക്ട് ചെയ്യാതെ ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ സെലക്ട് ചെയ്തിട്ടുള്ള ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബ്ലൂ ലൈൻ ഇങ്ങനെ കാണാൻ പറ്റും. സോ അങ്ങനെ ഒന്ന് മേലോട്ട് ഏറ്റവും മേലെ എവിടെയാണോ നിങ്ങൾക്ക് പ്ലേസ് ചെയ്യേണ്ടത് അവിടോട്ട് നിങ്ങൾ പ്ലേസ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഡൗൺ ചെയ്യാം. ഓക്കെ, ദെൻ നമുക്കവിടെ അങ്ങോട്ട് പോവാം. സോ ഇവിടെ പ്ലേസ് ചെയ്യാം. സോ നെക്സ്റ്റ് ടെക്സ്റ്റ് നെക്സ്റ്റ് സൗണ്ടായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ക്ലാസ് എടുക്കാൻ സൂം ഫയൽ അയക്കാൻ വാട്സപ്പ് ഫയൽ അയക്കാൻ വാട്സപ്പ് സോ ഞാൻ എന്ത് ചെയ്യുന്നത്, പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. രണ്ടിലും ഞാൻ അത് പേസ്റ്റ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് നമുക്ക് വരുന്നത് വാട്സപ്പ് എന്നാണല്ലോ. സോ വാട്സപ്പ് നോക്കാം. അതുമാത്രമല്ല വാട്സപ്പിന് നമുക്ക് അതിൻ്റെ ഒരു കളറ് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. ജസ്റ്റ് ഇവിടെ സെർച്ച് ചെയ്യാണ്. നമുക്ക് വാട്സപ്പിൻ്റെ കളറ് ഓക്കെ പെർഫെക്റ്റ്, ഇതായിരിക്കും പെർഫെക്റ്റ്. ഓക്കെ, ജസ്റ്റ് ഞാൻ ഈ രീതിയിൽ പ്ലേസ് ചെയ്യാണ് നമ്മുടെ. ഓക്കെ, ഇത് ഞാനിവിടെ വാട്സപ്പ് എന്നുള്ള പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, സോ അതിൻ്റെ കളറ് ഞാൻ ഔട്ട്ഡോറിൽ നിന്ന് പിക്ക് ചെയ്യണം. ഓക്കെ, സോ വാട്സപ്പിൻ്റെ കളർ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, ബട്ട് വാട്സപ്പിന് നമുക്ക് വാട്സപ്പിൻ്റെ കളറിന് ചെറിയ മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട്. ഒന്ന് അപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ ഓക്കെ സോ പെർഫെക്റ്റ്. ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, എടുക്കാൻ സൂം ഫയൽ അയക്കാൻ വാട്സപ്പ് ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ നെക്സ്റ്റ് സെക്ഷൻ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അതിൻ്റെ മുമ്പായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഇതിൻ്റെ കീ ഫ്രെയിം നമ്മളൊന്ന് എന്ത് ചെയ്യണം, മാറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് കൊടുക്കാം. ഓക്കെ,
ഓക്കെ, ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു, ഓൾട്ട് ആൻഡ് ക്ലോസ് ബ്രാക്കറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഫൈൻ. ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ക്ലാസ് എടുക്കാൻ സൂം, ഫയൽ അയക്കാൻ വാട്സപ്പ്, ഓക്കെ, വാട്സപ്പ് എന്നുള്ള പരീക്ഷയ്ക്ക് വേണ്ടി ഗൂഗിൾ. സോ നെക്സ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ 3 ലെയേഴ്സും സെലക്ട് ചെയ്യുന്നു, തന്നെ എന്ത് ചെയ്യുന്നു, കൺട്രോൾ ടി അടിക്കുന്നു. നെക്സ്റ്റ് സെക്ഷനിലോട്ട് നമ്മൾ മൂവ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ ഇവിടെ കൊടുക്കേണ്ട ടെക്സ്റ്റ് ഞാൻ കോപ്പി ചെയ്യുന്നു, കുറ്റി പെൻസിലോട്ട് പോകുന്നു, പേസ്റ്റ് ചെയ്യുന്നു, കൺവേർട്ട് ടു XML കൊടുക്കുന്നു. സോ ടെക്സ്റ്റ് കോപ്പി ചെയ്യുന്നു, ഓക്കെ, ജസ്റ്റ് കോപ്പി ചെയ്യുന്ന ടെക്സ്റ്റ് സോ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഗൂഗിൾ ഫോമാണ്. സോ കോപ്പി ചെയ്യുന്നു, ഗൂഗിൾ ഫോമിൻ്റെ കളർ ഒന്ന് ഫൈൻഡ് ചെയ്ത് കൊടുക്കാം. സോ ഇതാണ് ആക്ച്വലി ഗൂഗിൾ ഫോമിൻ്റെ കളർ വരുന്നത്. സോ ഇവിടെ പേസ്റ്റ് ചെയ്യുകയാണ് ഗൂഗിൾ ഫോമിൽ. സോ ഇതിന് പുറമെ അതിൻ്റെ കളർ ഒന്ന് പിക്ക് ചെയ്തെടുക്കും. ഗൂഗിൾ ഫോമിൻ്റെ കളർ വന്നിട്ടുണ്ട്. സോ ഗൂഗിൾ ഫോം ടെക്സ്റ്റ് അത്യാവശ്യം വലിയ ടെക്സ്റ്റ് ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ സൈസ് ഒന്ന് ഡൗൺ ചെയ്ത് കൊടുക്കുകയാണ്. സോ ഇതിൽ പൊസിഷൻ നമ്മൾ കീ ഫ്രെയിം കൊടുക്കാത്തതുകൊണ്ട് നമുക്ക് പ്രോബ്ലം അല്ല, നമുക്ക് റീപൊസിഷൻ ചെയ്ത് കൊടുക്കാം. സോ ഒന്ന് കൊടുക്കാം. ഓക്കെ, ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ കറക്റ്റാണ്, നമുക്ക് എൻ്റെ ഒന്ന് കറക്റ്റാണ്. സോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ക്ലാസ് എടുക്കാൻ സൂം, ഫയൽ അയക്കാൻ വാട്സപ്പ്, പരീക്ഷയ്ക്ക് വേണ്ടി ഗൂഗിൾ ഫോം എല്ലാം. ക്ലാസ് എടുക്കാൻ സൂം, ഫയൽ അയക്കാൻ വാട്സപ്പ്, പരീക്ഷയ്ക്ക് വേണ്ടി ഗൂഗിൾ ഫോം എല്ലാം കൊണ്ടും ക്ലാസ് എടുക്കാൻ സൂം, ഫയൽ അയക്കാൻ വാട്സപ്പ്, പരീക്ഷയ്ക്ക് വേണ്ടി ഗൂഗിൾ ഫോം എല്ലാം കൊണ്ടും. ഓക്കെ, ഫസ്റ്റത്തെ സെക്ഷൻ നമുക്ക് ക്ലാസ് എടുക്കാൻ സൂം, ഫസ്റ്റ് സെക്ഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ ഇനി നെക്സ്റ്റ് സെക്ഷനിലോട്ട് പോവാം നമുക്ക്. അതായത് ഇവിടെ എല്ലാം കൊണ്ടും കൺഫ്യൂഷൻ ആണോ ഇനി എല്ലാം. സോ എല്ലാം കൊണ്ട് കൺഫ്യൂഷൻ ആണോ എന്നുള്ളത് വരുമ്പോൾ നമുക്ക് അവിടെ ഒരു ഫുൾ ഫ്രെയിമിലായിട്ട് എന്തെങ്കിലും കോണ്ടന്റ് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. സോ അത് നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ.